ഹലോ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിതേ കഴിഞ്ഞ വീക്കെൻഡിൽ ബിർമിംഗ്ഹാം പോയിരുന്നു. ബിർമിംഗ്ഹാമിൽ പോയ മറ്റു വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. ഇത് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളവിടെ താമസിച്ച ഒരു ഹോട്ടലിൻ്റെ റൂം ടൂറാണ് കേട്ടോ. ഞങ്ങൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയത്. അപ്പോൾ നമ്മൾ എയർബിഎൻബിയിൽ കുറേ നോക്കി, പക്ഷേ നമുക്ക് എയർബിഎൻബിയേക്കാളും റേറ്റ് കുറവിൽ കിട്ടിയത് ഈ ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലാണ് കേട്ടോ അന്ന് സ്റ്റേ ചെയ്തത്. ഒരു രാത്രി മാത്രമാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ നമുക്ക് എയർബിഎൻബിയിൽ കണ്ട പല ഹോം സ്റ്റേകളും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടായിരുന്നല്ലോ, 5 പേരുണ്ട്, ഞാനും ആൻറ്റോനും മക്കളും അങ്ങനെയായിട്ട് 5 പേരുണ്ട്. അപ്പോൾ നമുക്ക് എയർബിഎൻബിയിൽ നോക്കിയതിനേക്കാളും ഈ ഹോട്ടലിൽ താമസിച്ചപ്പോഴായിരുന്നു കേട്ടോ നമുക്ക് അത് കുറച്ചുകൂടി അഫോർഡബിളായിട്ട് തോന്നിയത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഒരു റൂം ടൂറാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ വീഡിയോസ് വരുമ്പോൾ കാണുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഇവിടെ ബിർമിംഗ്ഹാമിലെത്തിയിട്ട് നമ്മൾ പ്രീമിയർ ഇന്നിലാണ് കേട്ടോ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ ഒരു കൊച്ചു റൂം ടൂർ കണ്ടാലോ? സോ ഇതാണ് നമ്മുടെ റൂമിൻ്റെ കീ. അത് വെച്ചിട്ട് നമുക്ക് റൂം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റ്സ് ഓൺ ആക്കാനായിട്ട് നമ്മൾ ഈ കീ കാർഡ് ഹോൾഡറിനകത്ത് നമ്മൾ കീ വെക്കുക. അപ്പോൾ റൂമിൽ ലൈറ്റ്സ് എല്ലാം ഓൺ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലേക്ക് വരാം. സോ വെൽക്കം. ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു ഹോൾവേ ആണ്. ഈ റൂം വളരെ ചെറുതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതൊരു ചെറിയ റൂമാണ്. അപ്പോൾ നമ്മൾ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഹോൾവേ ഉണ്ട്. ആ ഹോൾവേനകത്ത് ഫസ്റ്റ് തന്നെ ഒരു മിറർ ഉണ്ട് കേട്ടോ. ആ മിററിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ആക്സസറീസും സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ അതേ ഒരു ഹെയർ ഡ്രയർ ഉണ്ട്. നമ്മൾ ഇൻ കേസ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ കോട്ടൊക്കെ ഇടാനായിട്ട് നമ്മുടെ ഒരു കോട്ടിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഷൂസ് നമ്മളിപ്പോൾ തൽക്കാലം താഴ്ത്തി വെച്ചിരിക്കുകയാണ്. സോ ഇത്രയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഡോർ അടയ്ക്കായിരുന്നു. പിന്നെയുള്ളത് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വാഷ്റൂമാണ്. അപ്പോൾ നമുക്ക് വാഷ്റൂമിൻ്റെ അകത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഓക്കെ, ഇതാണ് വാഷ്റൂമിൽ ഒരു ബാത്ത് ടബ് ഉണ്ട്, ഷവർ കർട്ടൻസ് ഉണ്ട്, വൈറ്റ് ഷവർ കർട്ടൻസ് ആണ്. അതുപോലെ തന്നെ ഹാൻഡ് ഷവറും ഉണ്ട്, മുകളിലുള്ള ഷവറും ഉണ്ട്. പിന്നെ ഹോട്ട് വാട്ടറിനുള്ള ഫെസിലിറ്റീസും അതുപോലെ കോൾഡ് വാട്ടറിനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഈ ടബിനകത്ത് നമുക്ക് സേഫ്റ്റിക്കായിട്ട് ഹാൻഡ് റെയിൽസ് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ തന്നെ നമുക്കൊരു ഷവർ ബാത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വൈറ്റ് ടവൽസും അതുപോലെ തന്നെ അതിടാനുള്ള റെയിൽസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ടോയ്ലറ്റും പിന്നെ എക്സ്ട്രാ ടവൽസും വാഷ് ബേസിൻ, ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി, അതുപോലെ ടോയ്ലറ്റ് ടിഷ്യൂസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് ടോയ്ലറ്റിലുള്ള ഫെസിലിറ്റീസ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ ടോയ്ലറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ കാണുന്നതാണ് ഒരു മിറർ. അതൊരു ഫുൾ സൈസ് മിററാണ്. ടോപ്പ് ടു ബോട്ടം നമുക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമുക്കൊരു റാക്കും ഉണ്ട്. ആ റാക്കിനകത്ത് നമ്മളിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. ഇതാണ് കേട്ടോ റാക്ക്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കബേർഡ്സ് ഇല്ല. കബേർഡ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ഓപ്പൺ കബേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് 2 സൈഡിൽ കൂടി നമുക്ക് സാധനങ്ങൾ വെക്കാം. അപ്പോൾ നമ്മളവിടെ കുറച്ച് ഐറ്റംസ്, അതുപോലെ ഇവരൊരു എക്സ്ട്രാ ഡ്യുവറ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാ ഡ്യുവറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. സോ ഇത്രയാണ് ഇവിടെയുള്ള ഫെസിലിറ്റീസ്. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്നത് ഇവിടെ ഒരു ഡബിൾ കോട്ട് ബെഡാണ്. മേ ബി കിങ് സൈസ് ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഓക്കെ, സോ ഇത് ഒരു ഡബിൾ കോട്ട് ബെഡാണ്. ഇതൊരു ഫാമിലി റൂമാണ് കേട്ടോ. അപ്പോൾ ഈ ഫാമിലി റൂം ആയതുകൊണ്ട്
ഇത് വൈറ്റ് ബെഡിങ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തിനായിരിക്കും എനിക്ക് തോന്നുന്നത് പിള്ളേരെ എങ്ങാനും താഴേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടി സൈഡിൽ വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ലല്ലി ബേബി അവിടെ ഫോൺ നോക്കിയിരിക്കണം. ഇതിന്റെ ബാക്കിലെ ബെഡ് റെസ്റ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ ലൈറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് അത് നമുക്ക് ഇങ്ങനെ ഓൺ ആക്കി ഓഫ് ഒക്കെ ചെയ്യാം. പിന്നെ കുറച്ച് എക്സ്ട്രാ റൂം ലൈറ്റ്സും പിന്നെ അവിടെ ഒരു വാം ലൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പ്ലഗ് പോയിന്റ്സ് ഉണ്ട്, ചാർജർ ചെയ്യാം, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. അവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ എക്സ്ട്രാ പിള്ളേർക്ക് വേണ്ടിയിട്ട് 2 ബെഡ് ഉണ്ട്. ഈ വോൾ സൈഡിലും പിന്നെ ഈ വോൾ സൈഡിലും നമുക്ക് എക്സ്ട്രാ 2 ബെഡും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ടി വി യൂണിറ്റിന്റെ അവിടെ നമുക്കൊരു ടേബിൾ ഉണ്ട്, ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ചാർജിങ് പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിറ്റിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ നമ്മളിവിടെ നൂഡിൽസ് കഴിക്കാണ് പിള്ളേരെ. പോട്ട് നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ. അപ്പോൾ പോട്ട് നൂഡിൽസിൽ കുറച്ച് വാട്ടർ ചെയ്തിട്ട് നമ്മൾ ബോയിൽ ചെയ്തിട്ട് കഴിക്കുകയാണ്. പിന്നെ ഇവിടെ എക്സ്ട്രാ കുറച്ച് ടീ ബാഗ്സും മിൽക്ക്, അതുപോലെ തന്നെ നെസ്കഫേയുടെ കോഫി പൗഡർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ അത് ഇവിടെയും ഒരു ടേബിൾ ലാമ്പ് അവൈലബിൾ ആണ്. ടേബിൾ ലാമ്പ് ഉണ്ട്. പിന്നെ ഒരു വണ്ടർഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു വിൻഡോ മാത്രമേ നമുക്ക് ഉള്ളൂ, പക്ഷെ ആ വിൻഡോന്ന് കാണുന്ന വ്യൂ അടിപൊളിയാണ്. ഓക്കെ, സോ ഇതാണ് കേട്ടോ ഈ വിൻഡോ വ്യൂ. സോ ഈ വിൻഡോ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് അപ്പുറത്തുള്ള ഇത് പ്രീമിയറിന്റെ തന്നെ പാർട്ടാണ് കുറച്ച് കാണുന്നത്. ഈ താഴെ കാണുന്നതും ഈ സൈഡിൽ കാണുന്ന വൈറ്റ് പാർട്ടീഷനും ഒക്കെ പ്രീമിയറിന്റെ തന്നെയാണ്. പിന്നെ അപ്പുറത്തുള്ളതൊക്കെ ഇതുപോലെയുള്ള ഓരോ ഹോട്ടൽസ് ആണെന്നാണ് മനസ്സിലാവുന്നത്. അവിടെ വലിയ ബിൽഡിങ്സിന്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റൂം ടൂറ്. ഇവിടെ ബിർമിംഗ്ഹാമിലത്തെ കുറച്ച് വീഡിയോസും കൂടി ഇടും. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.